ഓഫിറ്റ് എന്ന് എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോഴാണ് കുഞ്ഞിന് ഉറക്കം വന്നത്. എന്നാൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ സാധനമൊക്കെ ആയിട്ട് റെഡി ആയിട്ട് പോകാൻ തീരുമാനിച്ചത് ഷാർജ ഡെസേർട്ട് പാർക്കിലേക്കാണ്. വെറുതെ ഇരുത്തിയ പോരാ, കുറേയൊക്കെ കളിപ്പിച്ചാൽ മാത്രമേ ആൾ അടങ്ങിയിരിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് പോകാൻ തുടങ്ങി. പോകുന്നതിനിടയിൽ കുട്ടിക്ക് വിശന്നപ്പോഴത്തേക്കിന് ഞാൻ പാലൊക്കെ കലക്കി കൊടുത്ത് ആളെ സെറ്റാക്കി. അത് മാത്രമല്ല, അവൻ്റെ ചുണ്ടിൻ്റെ താഴെ ചെറിയൊരു തൊലി ഇളകുന്ന പോലെ കണ്ടപ്പോൾ ക്ലെൻസർ കൊണ്ട് ക്ലീൻ ചെയ്തപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ മാക്സിമം എല്ലാം എടുക്കാൻ ശ്രദ്ധിക്കുക. പോകുന്ന റൂട്ട് അത്രയൊന്നും രസമുള്ളതൊന്നും ആയിരുന്നില്ല. എന്നാൽ പോകുന്ന വഴിയിൽ നല്ല പച്ചപ്പും അതേപോലെ തന്നെ നല്ല ഡെസേർട്ടും ഒക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻട്രൻസിലെത്തി. അങ്ങനെ അവിടെ 20 ദിർഹം പേ ചെയ്ത് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. നല്ല പച്ചപ്പാണ് കാണാൻ. പിന്നെ നമ്മൾ നേരെ വൈൽഡ് ലൈഫിലേക്കാണ് കയറിയത്. അതിൽ കുഞ്ഞിനെ ആദ്യം തന്നെ സെറ്റാക്കി അകത്തേക്ക് കയറാൻ പോവുകയാണ്. അവിടെ ഒരു സെൻസറുണ്ട്, അത് ഓണായിട്ട് നമുക്ക് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണിക്കും. പിന്നെ ഉള്ളിലാണെങ്കിൽ നല്ല തണുപ്പാണ്. ചൂടിൻ്റെ ഒന്നും അറിയാതെ തന്നെ നമുക്ക് എല്ലാ മൃഗങ്ങളെയും കാണാൻ സാധിക്കും. പക്ഷേ അക്വേറിയമായിട്ട് വലിയതൊന്നുമില്ല, ചെറിയൊരു അക്വേറിയം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വരുന്നത് മറ്റൊരു ലോകത്തേക്ക് വരുന്ന പോലെയാണ്. അവിടെ വന്നിട്ട് കിളികളൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തൂടെ പറന്ന് നടക്കും. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ട്. അത് നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് നൈറ്റ് ലൈഫ് ആനിമൽസിലേക്കാണ്. ഇവിടെ നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് ഇരുട്ടാണ്, നമുക്ക് അങ്ങനെ ക്ലിയറായിട്ട് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ റെസ്റ്റോറൻറ്റ് ചുറ്റും നമുക്ക് ഓപ്പൺ വ്യൂ ആയിട്ടുണ്ട്. പക്ഷേ വീട്ടിലെ 2 കുരങ്ങിനെ കണ്ട് മടുത്തതുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥ കുരങ്ങിനെ കാണിച്ച് കുഞ്ഞിനെ സന്തോഷിപ്പിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ചൈൽഡ് ഫാമുമാണ്. അതിനായിട്ട് പ്രത്യേകം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, നമ്മളെടുത്ത സെയിം 20 ദിർഹത്തിൻ്റെ ടിക്കറ്റ് തന്നെ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകം എല്ലാം കയറി കാണാം. നന്നായിട്ട് ഫോട്ടോസും എടുക്കാം, വീഡിയോസും എടുക്കാം, ഒരു പ്രശ്നമില്ല. ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എടുക്കാൻ പാടില്ല എന്ന്, ഫ്ലാഷ് അടിക്കാതെ എടുക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.